Hi, today is very special day for us. You know why? Because today we are going to discuss the most important, most standard, and little bit difficult concept in this chapter. That is interest, simple interest and compound interest. This concept is a little bit difficult. No, it is difficult. But if you are ready to stay with me completely, if you are ready to give your complete attention towards me, then I will make this concept as a symbol for you. But there are actually some calculation and all. You have to stay with me, please. Do not skip the video. You just do that, then the session will be interesting for you. Okay. And സോ നമ്മൾ ഈ സെഷൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും ഫോർമുല നിങ്ങളെ അങ്ങ് പഠിപ്പിക്കും. ബൈ ഹാർട്ട് ചെയ്തോളാം. I am a person such that I am not promoting this kind of by hearting system, but for the name of sake, not for the name of sake, you are supposed to by heart the formula. Just by heart the formula first, simple interest and compound interest first. Then after that, we are going to explore the formula by analyzing the situations. ഞാൻ കുറച്ച് സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിട്ട് നമ്മൾ ആ ഫോർമുല നല്ലതുപോലെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ ആ ഫോർമുല പഠിച്ചതിന് ശേഷം പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ വരും, പക്ഷേ അത് പിന്നെ പിന്നെ ക്ലിയറായി വരും. ഓക്കെ, ഇനി എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്ന പാരൻസിനൊക്കെ, നിങ്ങളുടെ പാരൻസിനൊക്കെ പലർക്കും അറിയാം എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ സാധാരണ പലിശ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ കൂട്ടുപലിശ. സാധാരണ പലിശയിൽ പണമിടപാടുകൾ നടത്തുന്ന ബാങ്കുണ്ട്, കൂട്ടുപലിശയിൽ പണമിടപാടുകൾ നടത്തുന്ന ബാങ്കുണ്ട്. സോ എനിവേസ് ഇൻട്രസ്റ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ബാങ്കിങ് നോ. സോ പലിശ, സാധാരണ പലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ്, ആ രീതിയിൽ പണവിനിമയങ്ങൾ നടത്തുന്ന ബാങ്കുകളുണ്ട്. കൂട്ടുപലിശയിൽ പണമിടപാടുകൾ നടത്തുന്ന ബാങ്കുണ്ട്. എന്താണ് ഈ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് സാധാരണ പലിശയിൽ പണമിടപാടുകൾ നടത്തുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ കൂട്ടുപലിശയിൽ പണമിടപാടുകൾ നടത്തുന്നതെന്ന് പറഞ്ഞ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ സംശയങ്ങൾ വരാം. ഒക്കെ സൊല്യൂഷൻ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. സോ ക്യാൻ സ്റ്റേ വിത്ത് മീ, കം വിത്ത് മീ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ ദ ഫോർമുല ഫസ്റ്റ്. യെസ്, സോ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഫോർമുല അങ്ങ് പഠിക്കും. എന്നിട്ട് നമ്മളിതെല്ലാം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ടോപ്പിക് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സിമ്പിൾ ഇൻട്രസ്റ്റ്, യു ആർ നോട്ട് സപ്പോസ് ടു റൈറ്റ് ലൈക്ക് ദിസ്. യു ആർ സപ്പോസ് ടു റൈറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇൻ ബ്രാക്കറ്റ് യു ക്യാൻ റൈറ്റ് SI. സിമ്പിൾ ഇൻട്രസ്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SI കൊണ്ടാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഞാൻ ആദ്യം തരുന്നു. I is equal to PNR by 100 is the formula for calculating simple interest. Here I stands for interest. This is the formula for simple interest. Just by heart it. I is equal to P into N into R by 100. PNR by 100. If there is no operation in between, there exists multiplication. So I is equal to PNR by 100 is a formula for calculating simple interest. Here I stands for this formula. കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. I ഉണ്ട്, P ഉണ്ട്, N ഉണ്ട്, R ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓർ സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റിനെ അഥവാ ഇൻട്രസ്റ്റിനെ പറയുന്നതാണ് I ഡിനോട്ട് ചെയ്യുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റോ അഥവാ ഇൻട്രസ്റ്റിനെയോ ആണ്. ഇനി P സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ എമൗണ്ട്. അത് നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പളുമായിട്ടൊരു ബന്ധമില്ല. അതായത് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഏതാണോ എമൗണ്ട് അതിനെയാണ് P സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് മീൻസ് ഒരു എമൗണ്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ബാങ്കിലാണെങ്കിലും നമ്മൾ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യും, ചിലപ്പോൾ കുറച്ച് എമൗണ്ട് കട എടുക്കും. ആ എമൗണ്ടിനെ പറയുന്നതാണ് P എന്ന് പറഞ്ഞാൽ എമൗണ്ട് എത്രയാണോ, ആ പ്രോബ്ലത്തിലെ എമൗണ്ട് എത്രയാണോ അതാണ് P സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ എമൗണ്ട്. And N, this N stands for what? Number of years. What? N stands for number of years. വർഷങ്ങളുടെ എണ്ണത്തിനെയാണ് N എന്ന് സൂചിപ്പിക്കുന്നത്. എത്ര വർഷത്തെ പണമിടപാടാണ് അതിനെയാണ് N എന്ന് സൂചിപ്പിക്കുന്നത്. ഇനി R stands for rate. What? Rate of interest. Rate of interest. പലിശയുടെ റേറ്റ് എത്രയാണ് അതാണ് R. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സംശയങ്ങൾ പലതും ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും, അതൊക്കെ ക്ലിയർ ആവും. നോ പ്രോബ്ലം, ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല. I is equal to PNR by 100. This is the formula for simple interest. Here I denotes interest or simple interest, P denotes principal amount, and N denotes the number of years, and R denotes the rate of interest. You may understood, no? So this is what is the formula for simple interest.
ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലുള്ള ഫോർമുല ഏതാണ്, അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുള്ള ഫോർമുല ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു P into 1 plus R by 100 raised to N. ബോധം പോയോ? പല കുട്ടികളുടെയും ബോധം പോയി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല കുറച്ച് ബുദ്ധിമുട്ടാണ്. ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു P into 1 plus R by 100 all raised to N. This is a formula for calculating കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയും പ്രത്യേകത, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിനാണ് ഫോർമുല, I ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഫോർമുല. അതായത് ഇൻട്രസ്റ്റിനാണ് ഫോർമുല സിമ്പിൾ ഇൻട്രസ്റ്റിൽ. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിനല്ല ഫോർമുല. I ഈസ് ഈക്വൽ ടു എന്നാണോ ഈ ഫോർമുല? അല്ല, ടോട്ടൽ എമൗണ്ടിനാണ് ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ. ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ്, സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഐക്കാണ് ഫോർമുല, അഥവാ ഇൻട്രസ്റ്റ് അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റിനാണ് ഫോർമുല ഉള്ളത്. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഐക്കോ ഇൻട്രസ്റ്റിനൊന്നും അല്ല, ടോട്ടൽ എമൗണ്ടിനാണ് ഫോർമുല. അതാണ് ഡിഫറൻസ്. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചു തരാം, പേടിക്കണ്ട. ഇവിടെ P എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട്. നേരത്തെ പോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് P ഡിനോട്ട് ചെയ്യുന്നത്. അടുത്തത് R എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഓൾ റൈസ് ടു N ആണ്. ഇപ്പോൾ നമ്മൾ 2^3 എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ 2^3 എന്ന് പറയുന്ന പോലെ തന്നെ 1 plus R by 100 raised to N. ഇപ്പോൾ 1 plus R by 100ന് raised to N കൊടുക്കുമ്പോൾ 1 plus R by 100 ബ്രാക്കറ്റിലിട്ടിട്ട് raised to N കൊടുത്തു എന്ന് മാത്രം. സോ R സ്റ്റാൻഡ്സ് ഫോർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ ഇവിടെയുള്ള N എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. N എന്താണ്? നേരത്തെ N തന്നെ. എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ്. ഇത്രയും കാര്യങ്ങൾ. അപ്പം ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എന്നാൽ എന്താണെന്ന് ഉള്ളതിൻ്റെ ഫോർമുല. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഈസ് ഗിവൺ ആസ് വാട്ട്? I ഈസ് ഈക്വൽ ടു PNR by 100. സി, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് I ഈസ് ഈക്വൽ ടു PNR by 100. So this is the formula for calculating simple interest, and here in simple interest the formula is for interest actually. The formula is given for interest I, and that is PNR by 100, and I is interest, P is equal to principal amount, N is equal to number of years, R is equal to rate of interest. ഇതൊക്കെയാണ് ഇതിലൂടെ ഓരോന്നും ഡിനോട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിനല്ല ഫോർമുല, ടോട്ടൽ എമൗണ്ടിനാണ് ഫോർമുല. ഇതിൽ ഓരോന്നും താഴെ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ്. സോ ഇതാണ്. ഇനി എങ്ങനെ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം പ്രോബ്ലത്തിൽ, അല്ലെങ്കിൽ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അത് നമ്മളൊരു പ്രോബ്ലം ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, so I'm going to give you a problem. I think by solving that problem you will get understood in a clear way. Okay, see, this is your question. Okay, just read this question. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം അതിന് വേറൊരു മീനിങ് ഉണ്ട്. ഇഷ്ടം പോലെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഉണ്ടാവും. ബട്ട് മാത്തമാറ്റിക്സ് ഡു നോട്ട് നീഡ് എനി ഗ്രാമാറ്റിക്കൽ ബേസ് ആൻഡ് ഓൾ. സോ ലെറ്റ് ഇറ്റ് ബി, ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇപ്പോഴും വീണ്ടും ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. രാമു ബൊറോഡ് 5,000 rupees ഫ്രം SBI മീനങ്ങാടി ടു ബൈ എ സൈക്കിൾ അറ്റ് എ റേറ്റ് ഓഫ് 5% per annum in the sense per year, compounded yearly എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒന്നുകൂടെ പറ, വായിക്കുക. ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. രാമു ബോറോഡ് 5,000 rupees ഫ്രം SBI മീനങ്ങാടി. രാമു എന്ത് ചെയ്തു? 5,000 രൂപ കടം മേടിച്ചു. എവിടെ നിന്ന്? മീനങ്ങാടി SBIയിൽ നിന്ന് കടമെടുത്തു. ആര്? രാമു. എത്ര രൂപ? 5,000 രൂപ. ഏത് ബാങ്കിൽ നിന്ന്? മീനങ്ങാടി SBI ബാങ്കിൽ നിന്നും കടമെടുത്തു. എന്തിനാ? ടു ബൈ എ സൈക്കിൾ അറ്റ് എ റേറ്റ് ഓഫ് 5% പെർ ആനം. അപ്പോൾ ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. 5% ആണ് ആ ബാങ്കിലെ ഇൻട്രസ്റ്റ്. പെർ ആനം എന്ന് വെച്ചാൽ പെർ ഇയർ എന്ന് വെച്ചാൽ പെർ ആനം എന്ന് പറഞ്ഞാൽ പെർ ആനുവലി, അതായത് ഒരു വർഷം. പെർ ആനം എന്നതിൻ്റെ അർത്ഥം പെർ ഇയർ എന്നാണ്. അതായത് ഒരു വർഷം 5% എന്നുള്ള രീതിയിലാണ് അവിടെ പലിശ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെയുണ്ട്, എഴുതാൻ വിട്ടുപോയതാണ്, കോമ്പൗണ്ടഡ് ഇയർലി.
കോമ്പൗണ്ടഡ് ഇയർലി സ്റ്റാൻഡ്സ് ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. രാമു ബോറോഡ് 5,000 rupees ഫ്രം SBI മീനങ്ങാടി SBI പോയിട്ട് രാമു എന്ന് പറയുന്ന ഒരു സുന്ദരൻ 5,000 രൂപ കടം വാങ്ങി. എന്തിനു വേണ്ടിയിട്ട്? മൂപ്പർക്കൊരു സൈക്കിൾ വാങ്ങണം. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു 5% മോനെ ഞങ്ങളുടെ പലിശ പെർ ഇയർ, ഓരോ വർഷവും 5% ഞങ്ങളുടെ പലിശ, കോമ്പൗണ്ടഡ് ഇയർലി എന്നും ബാങ്കുകാർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ടഡ് ഇയർലി എന്ന് പറഞ്ഞാൽ ഈ കേസ് ഏത് കേസിൻ്റെ അണ്ടറിലായി വരിക? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതാണ് കോമ്പൗണ്ടഡ് ഇയർലി. ദിസ് കോമ്പൗണ്ടഡ് എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർത്തോളുക, അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് ഓർത്തോളുക. ഓക്കെ, ഇനി വേറൊരു പെൺകുട്ടി, ഒരു സുന്ദരി നീന ബോറോഡ് 5,000 rupees ഫ്രം RBI 54th മൈൽ. അങ്ങനെ ഒരു ബാങ്കൊന്നുമില്ല. 54th മൈൽ എന്ന് വെച്ചാൽ 54, മീനങ്ങാടി 54 മീനങ്ങാടി 54 ഒരു RBI എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നീന എന്ത് ചെയ്തു? രാമുവിൻ്റെ ഉറ്റ സുഹൃത്താണ് നീന. രാമു SBI മീനങ്ങാടി പോയപ്പോൾ നീന എന്ത് ചെയ്തു? 54 RBI ബാങ്കിൽ പോയിട്ട് 5,000 രൂപ എടുത്തു. എന്തിനാണ് നീന പൈസ എടുത്തത്? ടു ബൈ എ സൈക്കിൾ. സോ നീന ബോറോഡ് 5,000 rupees ഫ്രം RBI 54th മൈൽ ടു ബൈ എ സൈക്കിൾ. അപ്പോൾ ഒരു സൈക്കിൾ മേടിക്കാൻ എന്ത് ചെയ്തു നീന? രാമു എത്ര രൂപ SBI മീനങ്ങാടിയിൽ നിന്ന് എടുത്തു, അതേ രൂപ തന്നെ നീനയും എവിടെ നിന്ന് എടുത്തു? SBI മീനങ്ങാടിയിൽ നിന്നാണ് രാമു എടുത്തത്. SBI മീനങ്ങാടിൻ്റെ പ്രത്യേകത എന്താണ്? രാമുവിനോട് എന്താ അവർ പറഞ്ഞത്? മോനെ കുട്ട രാമു, നിനക്ക് 5,000 രൂപ ഞങ്ങൾ തരാം, പക്ഷേ 5% പെർ ഇയർ, ഓരോ വർഷവും 5% പലിശ. കോമ്പൗണ്ടഡ് ഇയർലിയാണ്, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്നത്. പക്ഷേ നീന പോയിട്ട് ഇത് കേട്ടപ്പോൾ നീനയും രാമുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീന പറഞ്ഞു, രാമു നീ പോയിക്കോളൂ, ഞാൻ വേറെ ബാങ്കിലാണ് പോകുന്നത്. നീന അങ്ങനെ 54 ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് 5,000 രൂപ കടമെടുത്തു. രാമു മേടിച്ച അതേ പൈസ തന്നെ ടു ബൈ എ സൈക്കിൾ, അതേപോലത്തെ ഒരു സൈക്കിൾ വാങ്ങാൻ എറ്റ് എ റേറ്റ് ഓഫ് 5% പെർ ആനം. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു എന്താണ്? വർഷം എന്താണ്? പെർ ആനും, പെർ ഇയർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു വർഷത്തിൽ 5% തന്നെയാണ് ഞങ്ങളുടെ പലിശയും. അതായത് SBI മീനങ്ങാടിക്കാർ പറഞ്ഞത് തന്നെയാണ് RBI 54th മൈൽക്കാരും പറഞ്ഞത്. എന്താണ്? 5% തന്നെയാണ് ഞങ്ങളുടെ പലിശ വർഷം, പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഞങ്ങൾ തരുന്നത്. രാമു കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിലാണ് ആ ബാങ്കുകാർ രാമുവിന് പൈസ കൊടുക്കുന്നത്. പക്ഷേ നീനയെ അപേക്ഷിച്ച് 54th മൈലിൽ RBI ബാക്കി 5% ഒക്കെ അവരെ പോലെയാണ്. എമൗണ്ടും അവൻ്റെ അതേ സെയിം എമൗണ്ടാണ്. 5% അവരുടെ പോലെ 5%. പക്ഷേ അവിടെ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിലാണ് കാൽക്കുലേഷൻ നടത്തുന്നതെങ്കിൽ ഈ ബാങ്കുകാർ എന്തിലാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് എന്ത് കൊടുക്കുന്നത്? നീനയ്ക്ക് പൈസ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ദേ സപ്പോസ് ടു പേ ബാക്ക് ആഫ്റ്റർ 2 years. അതായത് രാമു ആയിക്കോട്ടെ നീന ആയിക്കോട്ടെ 2 പേരും 2 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ ഈ പൈസ തിരിച്ചടയ്ക്കണം. മനസ്സിലായില്ലേ? കാരണം രാമുവും നീനയും ഈ പൈസ വെറുതെ പോയി മേടിക്കുന്നതാണോ? അല്ല, കടം മേടിക്കുന്നതാണ് ബാങ്കിൽ. അപ്പോൾ ബാങ്കുകാർക്ക് തിരിച്ചു കൊടുക്കണം. എങ്ങനെ? മേടിച്ച പൈസ തിരിച്ചു കൊടുത്താൽ മതിയോ? ഒരിക്കലും ബാങ്കിൽ നിന്ന് എടുക്കുന്ന പൈസയാണോ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത്? അല്ല, ബാങ്കുകാർ എന്ത് ഈടാക്കും? യെസ്, യു ആർ റൈറ്റ്, പലിശ ഈടാക്കും. അതായത് നമ്മൾ കുറച്ച് പൈസ എടുത്തു കഴിഞ്ഞാൽ ആ പൈസ ഒന്നും തിരിച്ചു പോയി അടച്ചാൽ പോരാ, 2 വർഷം കഴിയുമ്പം അതിൻ്റെ പലിശ അടക്കം, ആ മുതലും, അതായത് നമ്മൾ എടുത്ത എമൗണ്ട് കൂടാതെ എക്സ്ട്രാ പലിശയും കൂടെ നമ്മൾ അടയ്ക്കണം ബാങ്കിൽ. അതായത് ദേ സപ്പോസ് ടു പേ ബാക്ക് ആഫ്റ്റർ 2 years. 2 വർഷം കഴിഞ്ഞിട്ട് 2 പേരും ഈ പൈസ അടയ്ക്കണം. അപ്പോൾ 5,000 രൂപയാണ് എടുത്തത്. 2 വർഷം കഴിയുമ്പോൾ 5,000 രൂപ തിരിച്ചു കൊടുത്താൽ മതിയോ? അല്ല, 5,000 രൂപേൻ്റെ കൂടെ എത്രയോ പലിശ വരും. അപ്പോൾ എന്താണ്? കമ്പയർ ദ എമൗണ്ട് ഓഫ് രാമു ആൻഡ് നീന വാൻസ് ടു പേ ബാക്ക്. രാമു മീനങ്ങാടി ബാങ്കിൽ അടയ്ക്കുന്ന എമൗണ്ടും നീനയ്ക്ക് 54 ബാങ്കിൽ അടയ്ക്കേണ്ട വന്ന എമൗണ്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ? രാമുവിനെ സംബന്ധിച്ച് കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് ആണ്, നീനയെ സംബന്ധിച്ച് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് വരുന്നത്. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, just write this question. I am going to explain once again the question by drawing some figures and all. Okay, അപ്പം ഞാൻ രാമുവിനെ ഒന്ന് വരയ്ക്കുന്നു. ഇതൊരു സ്റ്റൂളാണ്. ഓക്കെ, ഇനി ഓരോന്നും പറഞ്ഞു തരാം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് വരയ്ക്കുന്നത് സാറ്. ഇങ്ങനെ രാമു ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ മൂപ്പര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു രാമു. ഇതാണ് രാമു. അപ്പോൾ രാമു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു സൈക്കിളിനെ പറ്റി സ്വപ്നം കാണുന്നു. എന്ത് കാണുന്നു? ഇത് രാമു കേട്ടോ. രാമു ഒരു സൈക്കിളിനെ പറ്റി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് മൂപ്പര് ഭക്ഷണം കഴിക്കുന്നത്. സൈക്കിളിനെ പറ്റി സ്വപ്നം കാണുന്നു. അവൻ്റെ അടുത്ത് പൈസ ഇല്ല. അതേപോലെ തന്നെ
തൊട്ടടുത്ത വീട്ടിൽ ആരുണ്ട്? രാമുവിൻ്റെ ഉറ്റ സുഹൃത്ത്. ആരാണത്? നീനു അല്ലേ? നീനു എന്നല്ല നമ്മൾ പറഞ്ഞ്, നീനുണ്ട്. നീനും ഇതുപോലൊക്കെ തന്നെയാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇത് സ്റ്റൂളിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു. ഓക്കെ, ഭക്ഷണം മേശപ്പുറത്തുണ്ട്. നീനുവും എന്ത് സ്വപ്നം കാണുന്നു? രാമു സ്വപ്നം കണ്ട അതേ സ്വപ്നമാണ് നീനുവും കാണുന്നത്. എന്ത്? സൈക്കിള്. രണ്ടുപേരെടുത്ത് 5 പൈസയില്ല. അപ്പോൾ എന്ത് ചെയ്തു? രാമു വേഗം ചെന്നിട്ട് എവിടെ പോയി? മീനങ്ങാടി SBI ബാങ്കിൽ രാമു സമീപിക്കുന്നു. ഈ സ്വപ്നം കണ്ടതിന് ശേഷം മീനങ്ങാടി SBI ബാങ്കിലോട്ട് രാമു ഓടുന്ന കണ്ടിട്ട് നീനു എങ്ങോട്ട് ഓടി? നീനു പോയി RBI 54th മൈലിലുള്ള RBI ബാങ്കിലോട്ട് നീനു ഓടി. ഓക്കെ, അപ്പോൾ രാമു ഓടുമ്പോൾ രാമു എന്താ വിചാരിച്ചത്? നീനുവിനേക്കാൾ രാമു 5000 രൂപ, എത്ര രൂപ മേടിക്കാനാണ് പോകുന്നത്? 5000 രൂപയാണ് 2 പേർക്കും ആവശ്യം. 2 പേർക്കും സൈക്കിൾ മേടിക്കാൻ എത്ര രൂപയാണ്? 5000 രൂപ. ഇനി ഈ ബാങ്കുകാർ 2 പേർക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ്. എത്ര പെർസെൻറ്റേജ് ആണത്? ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. അപ്പം രാമു SBI മീനങ്ങാടിയിലോട്ട് ഓടി, നീനു RBI 54th മൈലിൽ ബാങ്കിലോട്ട് ഓടി. 2 പേർക്കും വേണ്ടത് ഒരേ എമൗണ്ടാണ്. 2 പേർക്കും ബാങ്ക് ഓഫർ ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ്, 5%. ഇവിടെയും എന്ത് തന്നെയാണ്? 5% തന്നെയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പക്ഷേ എന്തിലാണ് ഡിഫറൻസ്? മീനങ്ങാടിയിലെ SBI കൊടുക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ്. 54th മൈലിൽ RBI കൊടുക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. കാരണം ഇവിടെ കോമ്പൗണ്ടഡ് ആനുവലി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേസ്. ഓക്കെ, അപ്പം രാമു ഭക്ഷണം കഴിച്ചുകൊണ്ട് സൈക്കിളിനെ പറ്റി ആലോചിച്ചു. വേഗം മീനങ്ങാടി SBIയിലോട്ട് ഓടി 5000 രൂപ കടം വാങ്ങി. ബാങ്കുകാർ പറഞ്ഞു, മോനെ 5% ഞങ്ങളുടെ പലിശ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നിങ്ങൾക്ക് പൈസ തരാൻ പോകുന്നത്. അപ്പം വേഗം നീനു ഇവിടെ പോയ നീനുവിനോടും ഈ 5000 രൂപ തന്നെയാണ് നീനുവും കടം മേടിച്ചത്. അപ്പം ബാങ്കുകാർ പറഞ്ഞു, 5% തന്നെയാണ് ഞങ്ങളുടെയും പലിശ, പക്ഷേ ഞങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നിനക്ക് പലിശ കടം തരാൻ പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വർഷം കഴിയുമ്പോൾ രാമു ഇവർക്ക് കൊണ്ടുപോയി പൈസ തിരിച്ചടയ്ക്കണം. 2 വർഷം കഴിയുമ്പോൾ നീനു ഈ ബാങ്കിൽ കൊണ്ടുപോയി പൈസ തിരിച്ചടയ്ക്കണം. കാരണം 5000 രൂപ കടം വാങ്ങി. അപ്പോൾ 5000 കൊണ്ടെങ്കിൽ തിരിച്ചടച്ചാൽ മതി. ഞാൻ വാങ്ങിയത് 5000 അല്ലേ, ഞാൻ 5000 അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. രാമു അല്ല, നീനുവിനും പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? 5000 അതിൻ്റെ പലിശയും കൂടെ അടയ്ക്കേണ്ടി വരും. അപ്പം രാമു ഈ ബാങ്കിൽ എത്ര രൂപ പലിശ അടയ്ക്കേണ്ടി വരും? നീനു ഈ ബാങ്കിൽ എത്ര രൂപ പലിശ അടക്കം മൊത്തം അടയ്ക്കേണ്ടി വരും എന്ന് നമ്മൾ 2 വർഷം കഴിയുമ്പോൾ എത്ര അടയ്ക്കേണ്ടി വരും എന്ന് 2 പേരും അടയ്ക്കുന്ന തുക കണ്ടുപിടിക്കുക. എന്നിട്ട് ആര് കൂടുതൽ അടയ്ക്കേണ്ട വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് രീതിയിൽ കാൽക്കുലേഷൻ ചെയ്താലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രീതിയിൽ കാൽക്കുലേഷൻ ചെയ്താലും എന്താണ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഷാൾ വി? യെസ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എമൗണ്ട് എത്ര രൂപയാണ് രാമു എടുത്തത്, അതിനെയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ P എന്ന് പറയുന്നത്. എത്രയാണത്? 5000 രൂപ. ഇനി അടുത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 5%. സോ R ഈസ് നത്തിങ് ബട്ട് 5%. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഇപ്പോൾ മനസ്സിലായില്ലേ P എന്താണ്, R എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി എത്ര വർഷം കഴിയുമ്പോഴാണ് അവർ തിരിച്ചടയ്ക്കേണ്ടത്? 2 വർഷം കഴിയുമ്പോഴാണ് രാമു തിരിച്ചടയ്ക്കാൻ പോകുന്നത്. അപ്പം N ഈസ് ഈക്വൽ ടു 2, നമ്പർ ഓഫ് ഇയേഴ്സ് 2. യു മേ അണ്ടർസ്റ്റുഡ് നോ? യെസ്. ഇനി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമുക്ക് എടുക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു വാട്ട്? സിമ്പിൾ ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു വാട്ട്? PNR by 100 is the formula. You may understood, no? Yes. Now it become very simple, no? Yes. I നമുക്ക് അറിയില്ല. അവിടെ അതുപോലെ എഴുതുക. എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, നമുക്കറിയില്ല. ഇതിൽ PNR by 100 എല്ലാം തന്നിട്ടുണ്ട്. P എന്താണ്? P ഇൻറ്റു N ഇൻറ്റു R by 100 ആണ്. P എന്താണ്? 5000. Pൻ്റെ സ്ഥാനത്ത് 5000 കൊടുക്കുക. Nൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2. നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ്. Rൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? R 5 ആണ്. 5 കൊടുക്കുക. ഡിവൈഡഡ് ബൈ 100. You may understood, no? Yes. Now just see the magic. Okay, so now we can cancel. See, these 2 zeros and these 2 zeros will get cancelled. അപ്പം ഇതിൽ 2 0 ക്യാൻസൽ ആക്കാം. അങ്ങനെ ക്യാൻസൽ ചെയ്യാം നമുക്ക്. കാരണം ഇവിടെ മൊത്തം ഇൻറ്റു ആയതുകൊണ്ട് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ സീറോസ് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി എന്തുണ്ട്? പിന്നെ ഇവിടെ ഉള്ളത് ഇവിടെ 1 ഉള്ളൂ അല്ലേ?
2 0 ക്യാൻസലായി, പിന്നെ ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 50 ആണ് ബാക്കിയുള്ളത്. അപ്പം ഡിനോമിനേറ്ററിൽ 1 ഉള്ളൂ. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം 2/1 = 2, 3/1 = 3. അപ്പോൾ ന്യൂമറേറ്റർ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? 50 × 2, 50 × 2 100, 100 × 5 500, 500 rupees. Just simplify. 2 0 will cancel. അപ്പോൾ ഇവിടെ 1 ഉള്ളൂ, പിന്നെ ബാക്കി മൾട്ടിപ്ലൈ 50 × 2 100 ആണ് അല്ലേ? 50 × 2 100, 100 × 5 500. അതായത് എന്താണ്? ഇൻട്രസ്റ്റ് ഈസ് 500 rupees എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എത്ര വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ? 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം N2 ആണ് ഇവിടെ. 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. കാരണം N=2, അതായത് 2 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 2 വർഷത്തേക്കുള്ള പലിശ എത്ര രൂപയാണ് വരിക? 2 വർഷത്തേക്ക് രാമുവിന് അടയ്ക്കേണ്ടി വരുന്ന പലിശ ഇപ്പം കിട്ടിയത് എന്താണ്? I ആണ്. I സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രസ്റ്റ് ഓർ സിമ്പിൾ ഇൻട്രസ്റ്റ് അഥവാ പലിശ. രാമുവിന് അടയ്ക്കേണ്ടി വന്ന പലിശയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഐ റിപ്പീറ്റ്, നമ്മളിവിടെ ഉപയോഗിച്ച ഫോർമുല അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫോർമുലയേ ഉള്ളൂ, I = PNR/100. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല. ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റിലാണെങ്കിൽ ഈ ഫോർമുലയാണ് കൊടുക്കേണ്ടത്. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിലായി ക്വസ്റ്റ്യൻ. അയ്യോ ഛേ, സോറി, തെറ്റിപ്പോയി. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണോ ഇവിടെ ഇടേണ്ടത്? തെറ്റിപ്പോയിട്ടോ. തെറ്റി വരുത്താൻ പാടില്ലാതെ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. കാരണം 21 മിനിറ്റായി. ഞാൻ ഈ ഭാഗം കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ തെറ്റുന്നത് കാരണം ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണ് കൊടുത്തത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നോ? അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലേ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നമ്മൾ കൊടുത്തത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ക്വസ്റ്റ്യൻ. ഈ രാമുവിൻ്റെ കേസ് സോൾവ് ചെയ്യേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രീതിയിലാണ്. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് തെറ്റാണ്. ഇതൊന്നും തെറ്റിക്കേണ്ട, ഇതൊക്കെ എഴുതിയത് അതുപോലെ കിടന്നോട്ടെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല വേറെയാണ്. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല നീനുവിൻ്റെ കേസിലാണ് അപ്ലൈ ചെയ്യുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണ്. കാരണം ഈ രാമുവിൻ്റെ കേസ് അണ്ടർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ വി മസ്റ്റ് യൂസ് ദ ഫോർമുല ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ തെറ്റ് വന്നതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടി. ഏത് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ക്ലിയർ ആയി. ഏതാണോ കേസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കേസ് എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല. അപ്പോൾ ഈ രാമുവിൻ്റെ കേസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് സോൾവ് ചെയ്യേണ്ടത്. കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ടഡ് ആനുവലി അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുള്ള ഫോർമുല ഏതാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ഏതാണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിനല്ല ഫോർമുല ഉള്ളത്. ഏതിനാണ് ഫോർമുല ഉള്ളത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റിനല്ല ഫോർമുല, ടോട്ടൽ എമൗണ്ട്. അതുകൊണ്ട് ആ ഫോർമുല തന്നെ ഉപയോഗിക്കുക. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഒരേ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളൂ, ടോട്ടൽ എമൗണ്ട് = എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേ ഫോർമുല ഉപയോഗിക്കുക. ടോട്ടൽ എമൗണ്ട് = വാട്ട്? P × 1 + R/100 all raised to n. This is the formula we have to apply for in the case of compound interest. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം അപ്ലൈ ചെയ്യുക. P എന്താണ്? 5000 കൊടുക്കുന്നു. പിന്നെ 1 + R എന്താണ്? R 5 ആണ്. സോ 5/100 അല്ലേ? P 5000 കൊടുക്കുന്നു. 1 + R ഒക്കെ തന്നിട്ടുണ്ട്. 5/100 all raised to n. n എത്രയാണ്? 2. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ അപ്ലൈ ചെയ്ത് നോക്കി. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ് നോ? ഇപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല കൊടുക്കുക. നേരത്തെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണ് കൊടുത്തത്. തെറ്റാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസല്ല ഇത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസാണ്. അതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യണം. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളവിടെ ശ്രദ്ധിക്കുക. ഞാൻ പരമാവധി മൊബൈൽ ഫോക്കസ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഈ 5ഉം 100ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറ്റും. എങ്ങനെയാണ്? 5ൽ എത്ര 5 ഉണ്ട്? 1. ഈ 100ലും അതായത് 5നെയും 100നെയും ഞാൻ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യണം. 5ൽ എത്ര 5 ഉണ്ട്? 1. 10ൽ എത്ര 5 ഉണ്ട്? 2 5s are 10. ദെൻ 0 അങ്ങോട്ട് ഇറക്കി എഴുതുക. ബാക്കിയുള്ളത് അങ്ങ് എഴുതുക. എന്താണ് വരിക? 5000 × 1 + ഇവിടെ 1/20 എന്നല്ല വരിക. 1/20 മുകളിലുള്ള സ്കോൾ സ്ക്വയർ അതുപോലെ തന്നെ, ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ഓക്കെ സോ നമുക്കിപ്പോൾ കിട്ടിയത് 5000. നമുക്കിപ്പോൾ ടോട്ടൽ എമൗണ്ട് = 5000 × 1 + 1/20 ഹോൾ സ്ക്വയർ അതിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മൾ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 5000 അതുപോലെ നമ്മൾ എഴുതുന്നു. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 1നെ 1/1 ഇട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 5000 നമ്മൾ പുറത്ത് അതുപോലെ എഴുതുന്നു. ഇവിടെ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിനെ 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതുകൊണ്ട് 1നെ 1/1 എഴുതി. എന്നിട്ട് 1 × 20 എത്രയാണ്? 20. ഈ പ്ലസ് അതുപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 1 1 / 1 × 20 20. എന്നിട്ട് ഹോൾ സ്ക്വയർ അതുപോലെ എഴുതാം. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് നോ? സോ 5000 ആസ് ഇറ്റ് ഈസ്. ദെൻ വാട്ട് ഈസ് 20 + 1? 21/20 ഹോൾ സ്ക്വയർ നോ?
അല്ലേ? യെസ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അത്ര മാത്രമേ നമ്മളവിടെ ചെയ്തുള്ളൂ. സോ ഇറ്റ് ബിക്കം 5000 ഇൻറ്റു വാട്ട് ഈസ് 21/20 ഹോൾ സ്ക്വയർ. What is x square? X square is nothing but x into x, no? Just like that, 21/20 whole square is nothing but 21/20 into 21/20. ഒരു സാധനത്തിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സാധനത്തിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 21/20 സ്ക്വയർ എന്ന് വെച്ചാൽ 21/20 ഇൻറ്റു 21/20 അല്ലേടോ? അതെ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് വളരെ പെട്ടെന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. എന്താ, ഇത് മൊത്തം ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. അതുകൊണ്ട് സീറോസൊക്കെ ക്യാൻസൽ ചെയ്യാം. ഈ സീറോയും ക്യാൻസൽ ചെയ്യാം, ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ്, നോ? യെസ്. അതിനുശേഷം നമുക്ക് ഈ 2 സീറോസൊക്കെ ക്യാൻസൽ ചെയ്തു. ഈ 2ഉം ഈ 15 ക്യാൻസൽ ചെയ്യും. 2ൽ എത്ര 2 1, 15ൽ എത്ര 2 ഉണ്ട് 25, 2 സാർ 15. ഓക്കെ, ബാക്കി എന്തുണ്ട്? ബാക്കി 25 ഇൻറ്റു 21 ഇൻറ്റു 21 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 25 ഉണ്ട്, ഇവിടെ 21 ഉണ്ട്, 21 അതുപോലെ. ഇത് ഡിനോമിനേറ്ററിൽ 1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 എന്താണ് 2 ആണ്. ഓക്കെ, ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്ത് പോയില്ലേ? യെസ്. അപ്പോൾ ഇതാണുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതായത് എങ്ങനെ ചെയ്യുക, ആദ്യം 25ഉം 21ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആ കിട്ടുന്ന ആൻസറിനെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു മൊത്തം ഒരു ആൻസർ കിട്ടും. അതിനെ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ നോക്കി 5512.5 രൂപ. ഇതെന്താണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്? ടോട്ടൽ എമൗണ്ടിൻ്റെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ ടോട്ടൽ എമൗണ്ടാണ് കിട്ടിയേക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ടോട്ടൽ എമൗണ്ട്. അതായത് 2 വർഷത്തിന് ശേഷം. എന്തുകൊണ്ടാണ് ഇത് 2 വർഷത്തിന് ശേഷം കിട്ടിയ ടോട്ടൽ എമൗണ്ട് ആണെന്ന് പറയാനുള്ള കാരണം എന്താ? N2 ആണ് അപ്ലൈ ചെയ്തതാ. ഇതുണ്ടോ, ഇവിടെ എന്നിന് നമ്മൾ ഏത് വില കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എന്നിന് നമ്മൾ 2 എന്നാണല്ലോ കൊടുത്തത്, കാരണം 2 വർഷം കഴിഞ്ഞിട്ടാണ് അവർ അടയ്ക്കാൻ പോകുന്നത് തിരിച്ച്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എമൗണ്ട്. ഇതെന്തായാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഫോർമുല ഈസ് ഫോർ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ എന്നിന് ഏത് വില കൊടുക്കുന്നു, ഇപ്പോൾ എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞുള്ള ടോട്ടൽ എമൗണ്ട് കിട്ടും. എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞുള്ള ടോട്ടൽ എമൗണ്ട് കിട്ടും. ക്വസ്റ്റ്യനിലുള്ള പ്രകാരം നമുക്ക് എന്നിന് 2 തന്നെ കൊടുക്കണം, കാരണം 2 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പം 2 വർഷം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എമൗണ്ടാണ് ഈ കിട്ടിയേക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലുള്ള ഫോർമുല ഇവിടെ കൊടുക്കാൻ കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് ആ ബാങ്ക് ഈടാക്കുന്നത്. അതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഫോർമുല കൊടുത്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിനല്ല ഫോർമുല, എന്തിനാണ്? ടോട്ടൽ എമൗണ്ടിനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഐ റിപ്പീറ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റിനല്ല ഫോർമുല, ടോട്ടൽ എമൗണ്ടിനാണ്. ആ ഫോർമുല നമ്മൾ കൊടുക്കുന്നു. ഓരോന്നിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിന് 2 കൊടുക്കാൻ കാരണം 2 വർഷത്തിന് ശേഷമുള്ള ടോട്ടൽ എമൗണ്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്നിന് 2 കൊടുത്തു. അങ്ങനെ ഈ കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? 2 വർഷം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എമൗണ്ട്. അതായത് 2 വർഷം കഴിഞ്ഞിട്ട് രാമുവിന് എത്ര രൂപ ബാങ്കിൽ അടയ്ക്കേണ്ടി വരും, അതാണിത്. 5512 രൂപ 50 പൈസ. അതായത് ആഫ്റ്റർ 2 years രാമു മസ്റ്റ് പേ 5512.5 rupees. 5512.5 rupees. ഇത്രയും ഉള്ള ഒരു ടോട്ടൽ എമൗണ്ടാണ്. കാരണം ടോട്ടൽ എമൗണ്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതായത് ഇതാണ് അവൻ അടയ്ക്കേണ്ടത് ടോട്ടൽ എമൗണ്ട്. അതോടെ രാമുവിൻ്റെ പോർഷൻ കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷം രാമു ബാങ്കിൽ അടയ്ക്കേണ്ടത് പൈസ 5512 രൂപ 50 പൈസയാണ്. എത്ര രൂപയായിരുന്നു അവൻ കട എടുത്തത്? 5000 രൂപ. എത്ര രൂപ തിരിച്ചടയ്ക്കണം? 5512 രൂപ 5 പൈസ. 5512.5 രൂപ. ഇത്രയും രൂപ അവൻ തിരിച്ചടയ്ക്കണം. അപ്പം മനസ്സിലായില്ലേ, മേടിച്ച പൈസയാണോ അവന് തിരിച്ചടയ്ക്കേണ്ട വന്നത്? എത്ര പൈസ കൂടുതൽ അടയ്ക്കേണ്ട വന്നു? മേടിച്ചത് 5000, ഇപ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? 5512.5. അപ്പോൾ എത്ര രൂപ കൊടുക്കേണ്ട വന്നു? കൂടുതൽ വന്നു. 512 രൂപ 5 പൈസ കൂടുതൽ വന്നില്ലേ? അതായിരിക്കും അപ്പോൾ അവന് പലിശ ഇനത്തിൽ ബാങ്ക് ഈടാക്കുന്ന അവൻ്റെ അടുത്ത്. മനസ്സിലായില്ല? അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. അതായത് എത്ര രൂപയാണ് മൂപ്പർ എടുത്തത് ബാങ്കിൽ പോയിട്ട്? 5000 രൂപ. എത്ര രൂപയാണ് ഇപ്പോൾ ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട വില നമുക്ക് കിട്ടിയത്? 5512.5. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ഈ രാമുവിൻ്റെ അടുത്ത് നിന്ന് എത്ര രൂപയായിരിക്കും പലിശ ഈടാക്കിയത്? 5000 അവൻ മേടിച്ചുള്ളൂ. 5512.5 തിരിച്ചടയ്ക്കണമെങ്കിൽ ഈ 5512.5 നിന്നും അവൻ കടമെടുത്ത പൈസയായ 5000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും? 512.5 കിട്ടും. സബ്ട്രാക്ട് ചെയ്ത് നോക്കൂ. ഇതാണ് അവൻ അടയ്ക്കേണ്ട വന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത്
പലിശ ഇനത്തിൽ, ഐ റിപ്പീറ്റ്, പലിശയായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് രാമുവിന് ബാങ്കിന് കൊടുക്കേണ്ട വന്നത് 512.5 രൂപയാണ്. കാരണം അവൻ എടുത്തത് 5000 രൂപയായിരുന്നു. ഇപ്പോൾ എത്ര രൂപ അടയ്ക്കണം? 5512.5. അപ്പോൾ അധികം അവൻ എത്ര രൂപ കൊടുക്കേണ്ട വന്നു? 5512.5 5000 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന 512 രൂപ 512.5 അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിൽ കൊടുക്കേണ്ട വന്നത്. എന്തായാലും ഇത്രയും രൂപ അവൻ തിരിച്ചടയ്ക്കണം. ഐ തിങ്ക് യു മേ അണ്ടർസ്റ്റുഡ്, നോ? യെസ്. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം കാണേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? എത്ര രൂപയാണോ അവന് തിരിച്ചടയ്ക്കേണ്ടത് അതിൽ നിന്നും അവന് കടമെടുത്ത പൈസ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന, സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് അവന് ഇൻട്രസ്റ്റ് ആയിട്ട് ബാങ്കിൽ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇത്രയും രൂപയാണ് ആർക്ക്? രാമുവിന് ബാങ്കിൽ തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ രാമു സൈക്കിൾ മേടിച്ചു, 5000 രൂപ കടം എടുത്തു. 2 വർഷം കഴിയുമ്പോൾ ഇത്രയും രൂപ രാമുവിനും ബാങ്കിൽ തിരിച്ചടയ്ക്കണമെന്ന് മനസ്സിലായി. അതായത് ഈ 512.5 രൂപ രാമുവിന് അധികം പലിശ ഇനത്തിൽ അടയ്ക്കേണ്ടി വന്നു. ഇവിടെ എത്ര രൂപ രാമുവിന് പലിശയായി എന്നല്ല ചോദിച്ചത്, രാമുവിന് 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ്. അപ്പോൾ ഇത്രയാണ് തിരിച്ചടയ്ക്കേണ്ടി വന്നത്. ഇനി പലിശ ആയിട്ട് മാത്രം രാമുവിന് എത്ര രൂപ അധികം വന്നു? ഇത്രയും രൂപ അധികം വന്നു. അത് ഫോർ എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നതാണ്. ഇനി അടുത്ത് നമ്മൾ നീനുവിനെ സങ്കടപ്പെടുത്തേണ്ട. നീനു കുറേ നേരം അവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. നീനു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. നീനു അതുപോലെ ബാങ്കിൽ പോയി. എന്താണ് നീനുവിനെ സംബന്ധിച്ചും പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര രൂപ തന്നെയാണ്? 5000 രൂപയാണ്. നീനുവിനെ സംബന്ധിച്ചും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബാങ്ക് കൊടുക്കുന്നത് 5%. നീനുവിനെ സംബന്ധിച്ചും എത്ര വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കണം? 2 വർഷത്തിന് ശേഷം. സോ n=2 ആണ്. 2 വർഷത്തിന് ശേഷം നീനുവിനും തിരിച്ച് പൈസ അടയ്ക്കണം. ഇനി നീനുവിന് പക്ഷേ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പൈസ ഏത് കാറ്റഗറിയിലാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. അതുകൊണ്ട് നീനുവിൻ്റെ കേസ് സോൾവ് ചെയ്യുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഫോർമുല ഏതാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഫോർമുല ടോട്ടൽ എമൗണ്ടിനല്ല, ഇൻട്രസ്റ്റിനാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഫോർമുല ഇൻട്രസ്റ്റിനല്ലായിരുന്നു, ടോട്ടൽ എമൗണ്ടിനായിരുന്നു. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഫോർമുല ടോട്ടൽ എമൗണ്ടിനല്ല, ഇൻട്രസ്റ്റിനാണ്. ആ അതാണ് വ്യത്യാസം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എപ്പോഴും ഫോർമുല വരുന്നത് ടോട്ടൽ എമൗണ്ടിനാണ്. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ടിനല്ല ഫോർമുല, ഇൻട്രസ്റ്റിനാണ്, ഐക്കാണ്. ഐ എന്താണ്? അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. PNR/100 ആണ്. അതിലെ ഫോർമുല ഇതായിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഫോർമുല ഇതാണ്. 2 ഫോർമുലയും മാറിപ്പോകരുത്. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഫോർമുല നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പം I= എന്താണ്? P 5000. നേരത്തെ ചെയ്തതുപോലെയൊക്കെ തന്നെ. നേരത്തെ നമ്മൾ തെറ്റ് ചെയ്തല്ലോ, അതുപോലെ തന്നെ 2 അല്ലേ? P 5000, നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ്. പിന്നെ R എന്താണ്? 5/100. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമുക്കിതാ. നേരത്തെ ചെയ്ത പോലെ ഇതൊക്കെ നമ്മളവിടെ ചെയ്തു വെച്ചാണ്. 50 × 2 100, 100 × 5 500 രൂപ. 500 രൂപയാണ് പലിശ ഇനത്തിൽ, 500 രൂപയാണ് നമ്മുടെ നീനു ചേച്ചിക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് ഇത് ടോട്ടൽ എമൗണ്ട് അല്ല വരുന്നത്. നേരത്തെ കേസിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ടാണ് കിട്ടിയത്. കാരണം എന്താ? അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ടിനായിരുന്നു ഫോർമുല. പക്ഷേ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ടോട്ടൽ എമൗണ്ടിനല്ല ഫോർമുല, ഇൻട്രസ്റ്റിനാണ്. അതായത് സോൾവ് ചെയ്ത് കിട്ടിക്കഴിയുന്ന ഉത്തരമായിട്ടുള്ള ഈ 500 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, ടോട്ടൽ എമൗണ്ട് അല്ല. ഇനി അതായത് 2 വർഷം കൊണ്ട് നീനുവിന് വരുന്ന ബാങ്ക് ഈടാക്കുന്ന പലിശ എത്രയാണ്? 500 രൂപ. ഇനി ആണ് നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ടോട്ടൽ എമൗണ്ട് എത്ര രൂപ നീനു 2 വർഷം കഴിയുമ്പോൾ തിരിച്ചടക്കണം എന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നീനു കടമെടുത്ത പൈസ എത്രയാണ്? 5000. അതെന്തായാലും തിരിച്ചടക്കണം. പ്ലസ് ഇപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ്, പലിശ ഇനത്തിൽ ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. I= എന്ന് പറഞ്ഞതാണ് നമ്മൾ സോൾവ് ചെയ്തത്. അതായത് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്. അതായത് പലിശ ഇനത്തിൽ ഇത്രയും രൂപ നീനു അധികം അടയ്ക്കണം. അതായത് കടമെടുത്ത പൈസ 5000-ന് പുറമേ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ 500 രൂപ പലിശ ഇനത്തിൽ നീനു തിരിച്ചടയ്ക്കണം. അതായത് 5500 രൂപ നീനുവിന് തിരിച്ചടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. നേരത്തെ രാമുവിൻ്റെ കേസിൽ കോമ്പൗണ്ട് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെന്ന് അറിയാം. മനസ്സിലാവാൻ ഏതെങ്കിലും ഒരു കുട്ടിയുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. രാമുവിൻ്റെ കേസിൽ നമ്മൾക്ക് ഫോർമുല ഉള്ളത് ടോട്ടൽ എമൗണ്ട് ആണ്. അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷമാണോ അത്രയും വർഷവും കഴിഞ്ഞ് കിട്ടുന്ന ബാങ്കിൽ അടയ്ക്കേണ്ട ടോട്ടൽ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ നീനുവിൻ്റെ കേസിൽ ഇൻട്രസ്റ്റിനാണ് ഫോർമുല. കാരണം സിമ്പിൾ ഇൻട്രസ്റ്റ് കേസിൽ ടോട്ടൽ എമൗണ്ടിനല്ല ഫോർമുല, ഇൻട്രസ്റ്റിനാണ്. ആ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി. അത് പലിശ മാത്രമാണ്, ഇൻട്രസ്റ്റ് മാത്രമാണ്. നീനുവിന് എത്ര തിരിച്ചടയ്ക്കണം എന്ന് അറിയണമെങ്കിൽ നീനു കടമെടുത്ത് രൂപേൻ്റെ കൂടെ ഇപ്പോൾ കിട്ടി പലിശയും കൂടെ ആഡ് ചെയ്യണം എപ്പോഴെങ്കിൽ. അപ്പോഴേ നമുക്ക് നീനുവിന് ബാങ്കിൽ അടയ്ക്കേണ്ട പൈസയായിട്ടുള്ള 5500 രൂപ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, നീനുവിന് എത്ര രൂപ പലിശ ബാങ്കിൽ അടയ്ക്കണം? 5500 രൂപ. മറ്റവൻ എത്ര രൂപ അടയ്ക്കണം? 5512 രൂപ അടയ്ക്കണം. അപ്പോൾ ആർക്കാണ് കൂടുതൽ അടയ്ക്കേണ്ടത്? ഇവർക്ക് 5500 അടച്ചാൽ മതി. ഇവനൊരു 12 രൂപ കൂടെ കൂടുതൽ അടയ്ക്കണം അല്ലേ? 5512 അടയ്ക്കണം. അപ്പോൾ ആർക്കാണ് കൂടുതൽ അടയ്ക്കേണ്ടത്? സോ ഹൂ നീഡ്സ് ടു പേ മോർ? രാമു.
രാമുവിനാണ് കൂടുതലാണ്. അതായത് രാമു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലായിരുന്നു അടയ്ക്കേണ്ടി വന്നത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റുകാർക്ക് ചെറിയൊരു എമൗണ്ട് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, രാമു വാൻസ് ടു പേ മോർ, ഓക്കെ എന്ന് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ പൈസ കട എടുത്തു കഴിഞ്ഞാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പൈസ കട എടുത്തു കഴിഞ്ഞാലും വരുന്ന ഡീവിയേഷൻ. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ടോട്ടൽ എമൗണ്ട് വന്നത്. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ടോട്ടൽ എമൗണ്ട് വന്നത്. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ടോട്ടൽ എമൗണ്ട് വന്നത്. ചെറിയൊരു ഡീവിയേഷൻ വന്നു. അപ്പം ഇതാണ് 5500 രൂപ നീന് കൊണ്ടായിട്ട് 2 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുന്ന സമയത്ത് രാമുവിന് 5512 രൂപ തിരിച്ചടയ്ക്കേണ്ട വന്നു. അത്രയും മാത്രമാണ് ഡീവിയേഷൻ. ഐ തിങ്ക് ദിസ് ഈസ് മോർ ദാൻ എനഫ്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഇത് നിങ്ങളിൽ നല്ലതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എത്തിയെന്ന്. ഞാൻ ആ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഞാൻ തന്നിട്ടുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി. ഐ എം ടയേർഡ് ബിക്കോസ് ഞാൻ കുറേ എനർജി സ്പെൻഡ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ സ്വന്തം പൊന്തിക്കാമെന്ന് വിചാരിക്കരുത്, കാരണം മടുത്തു. കാരണം ഇങ്ങനെ മൊബൈൽ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്നെക്കൊണ്ട് പരമാവധി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ആ വീഡിയോ 1-2 പ്രാവശ്യം കാണാം. നോട്ട് അപ്ലോഡ് ചെയ്യുമ്പം ഇഫ് യു അണ്ടർസ്റ്റുഡ് പ്ലീസ് മെൻഷൻ ദാറ്റ്. ഓക്കെ, താങ്ക് യു.